കോഴിക്കോട് കൈതപ്പൊയിലെ അപ്പാർട്ട്മെന്റിൽ യുവതി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ. മരിച്ച ഹസനയ്ക്കൊപ്പം താമസിച്ചിരുന്ന യുവാവ് ക്രിമിനൽ സ്വഭാവമുള്ള ആളായിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിച്ചു. സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നുവെന്ന് അമ്മയെ വിളിച്ച് അറിയിച്ചതിന് പിന്നാലെയാണ് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നും ഇതിൽ സമഗ്ര അന്വേഷണം വേണമെന്നുമാണ് ബന്ധുക്കളുടെ ആവശ്യം. മുമ്പ് ലഹരി കേസിലൊക്കെ അഡിക്റ്റ് ചെയ്യുന്നവരെ കേസിൽ അകപ്പെട്ട ഒരാളാണ്. അപ്പോൾ എന്താണ് ആ മകൾക്ക് സംഭവിച്ചത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് സ്വയം ജീവനൊടുക്കിയത് തന്നെയാണ്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. കോഴിക്കോട് താമരശ്ശേരിയിലുള്ള ഹസന എന്ന പേരുള്ള ഈ യുവതി എല്ലാം മതിയാക്കിയിട്ട് നല്ലപോലെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് ഉമ്മാക്ക് വിളിച്ചതായിരുന്നു അത്രേ. അതിനിടയിലാണ് ദുരൂഹമായ മരണം. ആ കൂടെ താമസിക്കുന്ന ആദിൽ എന്ന പേരുള്ള ഒരാളെ കുറിച്ചിട്ട് ഒരുപാട് ആരോപണങ്ങളുണ്ട്. മുമ്പ് ലഹരി കേസിലൊക്കെ അഡിക്റ്റ് ചെയ്യുന്നവരെ കേസിൽ അകപ്പെട്ട ഒരാളാണ്. അപ്പോൾ എന്താണ് ആ മകൾക്ക് സംഭവിച്ചത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് സ്വയം ജീവനൊടുക്കിയത് തന്നെയാണ്. പക്ഷേ അവൾ മടങ്ങി വരാൻ ആഗ്രഹിച്ചിരുന്നു. ഭർത്താവിനെയും ഉപേക്ഷിച്ച് മക്കളെയും ഉപേക്ഷിച്ചിട്ട് ഒരു കുട്ടീനായിട്ടാണ് അവരവിടെ ജീവിച്ചത്. അത് നിയമപരമായിട്ട് വിവാഹമല്ല. ഈ ദാമ്പത്യ ബന്ധം തകർന്നു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് നമ്മുടെ കയ്യിലൊതുങ്ങൂല. ഞാനൊരു അനുഭവം ഞാൻ പറയാം. ഹസ്നയുടെ കാര്യം കണ്ടപ്പോഴാണ് എനിക്ക് ഈ സംഭവം ഓർമ്മ വന്നത്. അതായത് ഭാര്യയും ഭർത്താവും ഒരു മകനും മാത്രമാണ് സന്തോഷമായിട്ട് ജീവിക്കാൻ. അങ്ങനെ ഇയാൾ ജോലി സ്ഥലത്തുള്ള ഒരു പെണ്ണുമായിട്ട് പ്രണയത്തിലായി. ഈ ജോലി സ്ഥലത്തുള്ള പെണ്ണുമായിട്ട് പ്രണയത്തിലായതോടെ ഇയാൾ ഭാര്യയിൽ നിന്ന് വല്ലാതെ അകലാൻ തുടങ്ങി. ഭാര്യ എത്ര സ്നേഹം അങ്ങോട്ട് കാണിച്ചാലും ഭാര്യയ്ക്ക് എപ്പോഴും അസുഖമാണ്, ഭാര്യയ്ക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ്, ഇയാൾക്ക് എന്നും ഇത് പരാതിയാണ്. അങ്ങനെ ഇയാൾക്ക് ഭാര്യയേക്കാൾ ഇഷ്ടം ആരോടായി? ഈ ഒരു കാമുകിയോടായി. അവരാണെങ്കിൽ ഡിവോഴ്സ് ചെയ്യാണ്, എങ്ങനെയെങ്കിലും വിവാഹം കഴിക്കാൻ തയ്യാറുമാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുറപ്പിച്ചു. അപ്പോൾ ഇയാൾക്കൊരു കാമുകി ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ വേറൊരു പ്രണയം ഉണ്ട് എന്നുള്ളത് ഈ ഭാര്യയ്ക്ക് അറിയില്ല. ഭാര്യ എല്ലാത്തിൽ നിന്നും മാറി എപ്പോഴും പ്രാർത്ഥന, നിസ്കാരം, അങ്ങനെ ഒരു നല്ല വഴിയിലാണ് അവർ പോകുന്നത്. ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ ഭാര്യയുടെ കൈ പിടിച്ചിട്ട് നല്ല സ്നേഹത്തിൽ തന്നെ ഇയാൾ പറഞ്ഞത്, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവൾ വല്ലാതെ സന്തോഷിച്ചു. കുറേ കാലത്തിന് ശേഷമാണ് ഭർത്താവ് ഇവളുടെ കൈയൊന്ന് കയറി പിടിക്കുന്നത്. അപ്പോൾ ഈ ഭാര്യ ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോവാണ്, തൊലാക്ക് ചെയ്യാൻ പോവാണ്, നീ പേടിക്കൊന്നും വേണ്ട. അത് പറഞ്ഞതോടുകൂടി അവളുടെ കൈയാകെ തളർന്നു പോയി. കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പാത്രം താഴെ വീണ് പൊട്ടി. ഇവൾക്ക് എന്താണ് കേൾക്കുന്നത് മനസ്സിലാവണില്ല. അപ്പോൾ ഇയാൾ ഒന്നും കൂടിയും അവളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നീ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. നമ്മൾ ഈ വീട്ടിൽ രണ്ട് പേരെ പോലെയാണ്, രണ്ട് കുടുംബം പോലെയാണ് കഴിയുന്നത്. ഒരിക്കലും നിന്നോട് എനിക്ക് ഒരു സന്തോഷം തരാനോ നിന്നോടൊപ്പം കിടക്കാനോ നിന്നെ ചേർത്ത് പിടിക്കാനൊന്നും എനിക്ക് തോന്നണില്ല. നമുക്ക് ഡിവോഴ്സ് ചെയ്യുമ്പോൾ ഈ വീട് നിനക്കുള്ളതാണ്, എൻ്റെ സ്വത്തിൻ്റെ 30% നിനക്കുള്ളതാണ്, പിന്നെ കാറ് നിനക്കുള്ളതാണ്, പിന്നെ എനിക്ക് എൻ്റെ ബാങ്ക് ബാലൻസ് എത്ര ഉണ്ട് അതിൻ്റെ പകുതി നിനക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ നീ ഒന്നും പേടിക്കേണ്ട. അതൊക്കെ ലീഗലി ഞാനൊരു വക്കീലുമായി സംസാരിച്ചിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിയമപരമായിട്ട് നമുക്ക് ഡിവോഴ്സ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഇവളുടെ കണ്ണിലിങ്ങനെ ഇരുട്ട് നിറയാൻ അവസാനം ഇവള് പറഞ്ഞു, ഇവള് സംയമനം എടുത്തിട്ട് പറഞ്ഞു, എനിക്കൊരു 1.5 മാസത്തെ സമയം തരണം. ആ 1.5 മാസം ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ ഞാൻ ഇതിന് സമ്മതിക്കാമെന്ന് പറയുമ്പോൾ അയാൾ ആശ്വാസമായി. പണ്ടാറടങ്ങാൻ 1.5 മാസം കഴിഞ്ഞാൽ പിന്നെ തനിക്ക് സ്വന്തമായിട്ട് ജീവിക്കാമല്ലോ. അപ്പോൾ പറഞ്ഞു, നമ്മുടെ മോൻ്റെ 10ാം ക്ലാസ് പരീക്ഷയാണ് 1.5 മാസം കഴിഞ്ഞാൽ. അവനിതൊന്നും അറിയാൻ പാടില്ല, അവൻ്റെ പഠനത്തെ ബാധിക്കാൻ പാടില്ല. നിങ്ങളൊരു കാര്യം ചെയ്യണം, നമ്മുടെ ആ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യ രാത്രിയിൽ നിങ്ങൾ ചെയ്തിരുന്ന ഒരു രീതിയുണ്ട്. നിങ്ങളെപ്പോൾ ജോലിക്ക് പോകുമ്പോഴും ആ ബെഡ്റൂമിൽ നിന്ന് നിങ്ങൾ ഡ്രസ്സ് മാറ്റി കണ്ണാടിയിൽ മുഖം നോക്കിയിട്ട് വന്നിട്ട് എന്നെ വാരി എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യലുണ്ട്, സിറ്റ് ഔട്ടിൻ്റെ അവിടെ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ യാത്ര പറഞ്ഞ പോലെ അതേപോലെ എന്ന് ജോലിക്ക് പോകുമ്പോഴും നിങ്ങളങ്ങനെ ചെയ്യണം. മകൻ്റെ പരീക്ഷ തീരാനോ 1.5 മാസം ബാക്കിയുണ്ട്, ഇതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അയാൾ അഭിനയിക്കാൻ, അയാൾ ഭാര്യനെ സ്നേഹം പോലെ എടുത്തിട്ട് അയാൾ അങ്ങനെ ബെഡ്റൂമിൽ നിന്ന് കൊണ്ടുപോയി കാണുമ്പോഴാണ് അയാൾ മനസ്സിലാവുന്നത് ഇവൾക്ക് പണ്ടത്തെ അത്ര ഭാരമൊന്നും ഇല്ലപ്പോൾ. അങ്ങനെ കൊണ്ടുപോയിട്ട് അടച്ചു. ഇത് മകൻ കണ്ടിട്ട് 10ാം ക്ലാസ് മകൻ കൈയടിച്ച് അടിപൊളി വാപ്പാനും ഉമ്മാനും അവനെ അഭിനന്ദിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ദിവസം വരുമ്പോൾ ഇങ്ങനെ ദിവസങ്ങളായിട്ട് ഇയാൾ ഈ ഭാര്യനെങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യും, മുമ്പാരത്ത് കൊണ്ടുപോയിട്ട് അവിടെ കസേരയെ കൊണ്ടുപോയിരുത്തും, അല്ലെങ്കിൽ അവിടെ നിർത്തും. ഒരു ദിവസം ഇയാൾക്ക് എടുക്കുമ്പോൾ തോന്നി, ഇയാൾ ഇവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ മുഖത്തൊക്കെ ചുളിവുകൾ വന്നിട്ടുണ്ട്, തലമുടിയൊക്കെ നരക്കാൻ തുടങ്ങി. അപ്പോൾ കരുതി, അപ്പോൾ ഇവൾ മനസ്സിലാക്കുകയാണ്, പടച്ച റബ്ബേ, ഇവളുടെ മുഖം ചുളിഞ്ഞതൊന്നും ഇവളുടെ തലമുടി നരച്ചതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്തായാലും അവൾ അന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ള എടുത്തു കൊണ്ടുപോകുമ്പോൾ അവിടെ നിലത്ത് നിർത്തുമ്പോൾ അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ചു, ഒരു ചുംബനം കൊടുത്തു.
ആ ചുംബനം കൊടുത്തപ്പോൾ അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷത്തിൻ്റെ ഒരു കണ്ണുനീർ. തൻ്റെ ഭർത്താവ് തന്നെ ഇത്രമാത്രം സ്നേഹിച്ചിരുന്നോ, അഭിനയിക്കുകയാണെന്ന് പോലും ആ പെണ്ണറിഞ്ഞില്ല. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു. 1.5 മാസമാവാറായി. ഇയാൾക്ക് തോന്നി ഇവളുടെ വസ്ത്രങ്ങളെല്ലാം ദുരമ്പിച്ചു പോയി. ഒരു വസ്ത്രവും നല്ലൊരു തെളിമയാണ്. അവൾ വസ്ത്രം വാങ്ങാൻ പോലും അങ്ങനെ ആഗ്രഹിച്ചിരുന്നില്ല. ഇയാൾ കാശ് കൊടുക്കലുണ്ട്, അവൾ വാങ്ങലില്ല. ആ കാശൊക്കെ ഇവൾ ഓരോരുത്തർക്ക് സംഭാവന കൊടുക്കുക, യത്തീംഖാനക്ക് കൊടുക്കുക, പള്ളിക്ക് കൊടുക്കുക, നാട്ടുകാർക്ക് എന്താ പറയുക പാവങ്ങൾക്ക് കൊടുക്കുക. നല്ലൊരു വസ്ത്രം പോലും അവൾ വാങ്ങി വെച്ചിരുന്നില്ല, നല്ല വില കൂടിയ വസ്ത്രങ്ങൾ. ഇയാൾക്ക് ഈ ദിവസങ്ങളോളം എടുത്തു കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഭാര്യ എടുത്തു കൊണ്ടുപോയിട്ട് ഉള്ളിൽ ആ പഴയ കല്യാണ നാളിലുണ്ടായിരുന്ന പ്രണയാതുരമായ മനസ്സിലേക്ക് വന്നു എന്നൊരു തോന്നൽ. പിന്നെ ഇയാൾ അഭിനയം നിർത്തിയിട്ട് ശരിക്കും നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ തുടങ്ങി. നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ അയാളുടെ സ്നേഹത്തോടെ അയാളുടെ ഷോൾഡറിൽ ഇങ്ങനെ ചാഞ്ഞ് കിടന്നു. അതൊരു സന്തോഷമാണ്. ഓരോ ദിവസവും മകനിത് കാണാൻ, മകൻ അഭിനന്ദിക്കുകയാണ്. അന്നത്തെ ഒരു ദിവസം ഇയാൾക്ക് ഭാര്യയോട് വല്ലാത്തൊരു ഇഷ്ടം. ആ 1.5 മാസം അവസാനിക്കുന്ന ദിവസം ഇയാൾ ഭാര്യയെ അവിടെ നിർത്തിയിട്ട് ഒരുപാട് തവണ ചുംബിച്ചു. അയാളുടെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു സ്നേഹമുള്ളതുപോലെ ചുംബിച്ചപ്പോൾ ഭാര്യയും അയാളെ വാരിപ്പുണർന്നു. അന്ന് പക്ഷേ അയാൾ ജോലിക്കല്ല പോയത്. അയാൾ നേരെ പോയത് ആ ഒരു താൻ സ്നേഹിക്കുന്ന ആ ഭാര്യ അറിയാതെ സ്നേഹിച്ചിരുന്ന കാമുകിയുടെ വീട്ടിലേക്ക് പോയിട്ട് അവരുടെ വീട്ടുകാരോടൊക്കെ കല്യാണങ്ങളൊക്കെ ഉറപ്പിച്ചതാണ്. ഇത് ലീഗലി ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ കല്യാണമാണല്ലോ. അവരോടും ആ പെണ്ണിനോടും പറഞ്ഞാൽ നിങ്ങളെ വിവാഹം കഴിക്കില്ല, എനിക്കെൻ്റെ ഭാര്യ മതി. അവരാകെ പ്രശ്നങ്ങളുണ്ടാക്കി. അവർ എന്ത് പറഞ്ഞാലും ശരി, എൻ്റെ ഭാര്യ ഞാൻ ഡിവോഴ്സ് ചെയ്യില്ല. ഇപ്പോഴാണ് അവളുടെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞത്. ഞാനൊരു നല്ല ഭർത്താവാൻ പോവാണ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടിയിട്ടാണ് ഒരു തീരുമാനമെടുത്തിട്ട് അയാൾ വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നല്ല വസ്ത്രം അയാൾ വാങ്ങിയിരുന്നു. അതേപോലെ ഒരുപാട് പൂക്കൾ വാങ്ങിയിട്ട് ആ ഭാര്യയ്ക്ക് ബൊക്കയൊക്കെ വാങ്ങിയിട്ട് ഭാര്യയ്ക്ക് സമ്മാനമായിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിലിതാ മകൻ സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞു. ഭാര്യ നന്നായിട്ട് കിടന്നുറങ്ങുന്നു. അവളെപ്പോഴും തന്നെ അതാണ് അയാളുടെ മെയിൻ പരാതി ഉണ്ടായിരുന്നത്. അപ്പോൾ അവളുടെ കയ്യിലൊരു കടലാസ് ഉണ്ട്. ഒരു ഞെട്ടലോട് കൂടിയിട്ട് വിളിച്ചപ്പോൾ അവന് തുറന്നില്ല. അങ്ങനെ അവളങ്ങനെ കിടന്നുറങ്ങുകയാണ്. ആ കയ്യിലെ കടലാസ് ഇയാൾക്ക് മനസ്സിലായി ഇത് തനിക്കുള്ളൊരു എഴുത്താണ്, ഇതൊരു സർപ്രൈസ് ആയിരിക്കാം. അയാൾ ആ സമ്മാനങ്ങളൊക്കെ ഒരു ഭാഗത്ത് വെച്ചിട്ട് ആ എഴുത്ത് വായിച്ചപ്പോഴാണ് അയാളെ കണ്ണിൽ നിന്ന് കണ്ണുനീരുറ്റി വീണത്. ഞെട്ടലോട് കൂടിയിട്ട് അവളത് എഴുതിയിരുന്നു, പ്രിയപ്പെട്ട ഭർത്താവേ, ഞാൻ നിങ്ങളെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. പക്ഷേ നിങ്ങൾ എന്നെ ഒത്തിരി വഞ്ചിച്ചു. എനിക്ക് ക്യാൻസറാണ്. ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നൊരു ആയുസ് 1.5 മാസമാണ്. ആ 1.5 മാസം നിങ്ങൾ നന്നായിട്ട് അഭിനയിച്ചു. നിങ്ങളുടെ മകൻ കണ്ടു പഠിക്കട്ടെ ഒരു നല്ല പിതാവ് എങ്ങനെയാണ്, ഒരു നല്ല ഭർത്താവ് എങ്ങനെയാണ്, നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നമ്മുടെ മകൻ പഠിച്ചു കഴിഞ്ഞാൽ അവന് നിങ്ങളെപ്പോലൊരു കൊള്ളരുതാത്തവനായിട്ട് മാറും. അതുകൊണ്ട് ഈ 1.5 മാസം നിങ്ങൾ അഭിനയിച്ചല്ലോ, അവൻ ആ സ്നേഹം കണ്ട് വളരട്ടെ. അയാളുടെ ഉള്ളിൽ വല്ലാത്തൊരു വേദന. അന്ന് നിറക്കണ്ണുകളോട് കൂടിയിട്ട് അയാൾ മുഴുവൻ ആ ഭാര്യയുടെ കാല് പിടിച്ച് കരയുന്നത് പോലെ പറഞ്ഞു, പ്രിയപ്പെട്ട പെണ്ണെ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാനിനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ കേൾക്കാൻ അവൾ ഇന്ന് ആ ലോകത്തില്ല. അവൾ മരണപ്പെട്ടു പോയിരുന്നു. അവൾക്ക് ക്യാൻസർ ആയിരുന്നു. ഡോക്ടർ പറഞ്ഞിരുന്നത് 1.5 മാസത്തെ ആയുസ് മാത്രമേ നിനക്കുള്ളൂ, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞതായിരുന്നു. ആ 1.5 മാസം ആ ഒരു മകൻ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ വാരിപ്പുണരുന്ന പിതാവിനെ കണ്ടാണ് വളർന്നത്. അന്ന് ആ മകൻ സ്കൂൾ വിട്ടിങ്ങനെ വരികയാണ്. പാപ്പാട് ചോദിച്ചു, ഇന്നെന്താ ഉപ്പ ഉമ്മാനെ ഈ സമയത്ത് എടുക്കുന്നതെന്ന് വെച്ചു. സമയം തെറ്റിയല്ലോ അവൻ്റെ ഒരു വാക്ക്. സാധാരണ ഉപ്പ ജോലിക്ക് പോകുമ്പോഴാണ് ഉമ്മാനെടുത്ത് പോകല്. ഇന്ന് മകൻ സ്കൂൾ വിട്ട് വരുന്ന വൈകുന്നേരമാണ് ഈ ഉമ്മാനെടുക്കുന്നത്. അപ്പോൾ ഈ പിതാവ് പറഞ്ഞൊരു വാക്കുണ്ട്, അതേ മോനെ, സമയം തെറ്റിയടാ, എല്ലാം കളഞ്ഞുപോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇതുപോലെ നമ്മുടെ ലൈഫ്, ഞാൻ ഈ പറഞ്ഞൊരു കഥ, ഇതൊരു കഥയല്ല, ഇതൊരു അനുഭവം. നമുക്കൊക്കെ ഒരു പാടാ. നമ്മൾ നേരാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നിമിഷം പടച്ച റബ്ബ് സമയം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് വീണ്ടെടുക്കാൻ കഴിയില്ല. സമയം തെറ്റിപ്പോകുന്ന ചില ജീവിതങ്ങളുണ്ട്. ഈ ഹസ്നയുടെ ജീവിതം കണ്ടില്ലേ? എല്ലാം മതിയാക്കിയിട്ട് ഉമ്മാൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ചു. പക്ഷേ സമയം തെറ്റിപ്പോയി. വിവാഹം കഴിക്കാത്ത ഒരാളെ കൂടെ ജീവിച്ചു. ആ 2 മക്കൾ അവർക്കുണ്ടായിരുന്നു. അവരാദ്യ ഭർത്താവിൻ്റെ കൂടെയാണ്. എന്ത് നേടി? ആ ഹസനയുടെ കൂടെ ജീവിക്കുന്ന ഒരാൾ ലഹരിയുടെ സ്വഭാവക്കാരനാണ്, ലഹരിയുടെ ആളാണ്. അവൻ്റെ പശ്ചാത്തലം നോക്കിയാൽ ക്രിമിനൽ പശ്ചാത്തലമാണെന്നൊക്കെയാണ് പറയുന്നത്. ആ കുടുംബം, ഹസനയുടെ കുടുംബം തന്നെ പറയുന്ന വാക്കുകൾ. ഉമ്മാനെ കഴിഞ്ഞ ദിവസം വിളിച്ചൊരു അവള് പറഞ്ഞത്, ഈ പ്രശ്നങ്ങളൊക്കെ തീർത്ത് ഞാൻ തിരിച്ചു വരുന്നതാണ് പറഞ്ഞത്. എൻ്റെ മോനായിട്ട് എനിക്ക് ജീവിക്കണോ, ഇനിയിപ്പോൾ മുമ്പോട്ടുള്ള ജീവിതം എന്തായാലും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞത്. അപ്പം പെട്ടെന്ന് കേട്ടാരോ ഒരു ആത്മഹത്യയാണെന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഓരോ ഫോണിലേക്ക് വന്ന് ഓള് ഒരു റീപ്ലൈയും കാര്യം ഇല്ലാത്തരോ പിന്നെ അതിലാണ് ഇങ്ങോട്ട് വിളിക്കുന്നത്. അതിൽ ആദ്യം വിളിച്ചേരം പറഞ്ഞ് ഇങ്ങനെ അവള് തലവേദനയായിട്ട് കിടക്കുകയാണ്, അതാണ് ഫോൺ എടുക്കാത്തുന്നുള്ളത്. പിന്നെ അവൻ തന്നെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞ്
ഇങ്ങനെ ചെയ്തിക്കെന്ന് പറഞ്ഞിട്ട്. ലഹരീൻ്റെ കേസിലൊക്കെ ഒരു 1-2 പ്രാവശ്യം ശിക്ഷ അനുഭവിച്ച ആളാണ്. അതൊക്കെ അവൾ പിന്നീടാണ് അറിഞ്ഞതും കാര്യങ്ങളൊക്കെ. പിന്നെ അവളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കാനും പൈസേൻ്റെ ആവശ്യങ്ങളൊക്കെ അങ്ങോട്ട് വീട്ടിലെ വിളിച്ച് ചോദിച്ചിട്ട്, ചില എത്ര പൈസ തരാണ്ടോന്ന് വരെ വിളിച്ച് ചോദിച്ചിട്ട്. അപ്പോൾ ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ. അത് നല്ലപോലെ ജീവിക്കുക. ധാർമ്മികതയുടെ ഒരു പിടുത്തം നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം. ഇതൊരു വലിയൊരു പാഠമാണ്. ഒരിക്കലും ഈ അനുഭവം നമ്മുടെ മക്കൾക്ക് ഇല്ലാതിരിക്കാൻ മക്കൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും സ്നേഹവും സന്തോഷവും കാരുണ്യവും ധാർമ്മികതയും ഉണ്ടാവണം. അതല്ലേ ഇതുപോലെ നമ്മൾ പാതി വഴിയിൽ ഉരുകിത്തീരും. ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, കേരളത്തിലെ വളരെ പ്രമുഖനായ ഒരു മതപണ്ഡിതൻ്റെ ഫോട്ടോയാണിത്. ഈ ഒരു മതപണ്ഡിതൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.